കോഴിമുട്ട വാങ്ങുന്നവർ നാളെ മുതൽ ശ്രദ്ധിച്ചിരിക്കണം. വളരെ ഞെട്ടിക്കുന്ന ചില വാർത്തകളാണ് പുറത്തു വരുന്നത്. കോഴിമുട്ടയ്ക്ക് വില ഉയർന്നതോടെ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് ഗുണനിലവാരം കുറഞ്ഞ ബുള്ളറ്റ് മുട്ടകൾ വാഹനങ്ങളിൽ കൊണ്ടുവന്ന് ജില്ലകളിൽ വിൽപ്പന നടത്തുന്ന സംഘങ്ങൾ സജീവമായിട്ടുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. വില കുറച്ച് വിൽക്കുന്നതിനാൽ വിൽപ്പനയും തകൃതിയായി. അതേസമയം മുട്ടകൾ സ്കൂളുകളിൽ കുട്ടികൾക്ക് നൽകാൻ അധ്യാപകർ വാങ്ങുന്നതായും പരാതിയുണ്ട്. ബുള്ളറ്റ് മുട്ടകൾ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഹോട്ടലുകൾ, തട്ടുകടകൾ, ബേക്കറികൾ എന്നിവിടങ്ങളിൽ ബുള്ളറ്റ് മുട്ട എത്തിക്കുന്ന സംഘങ്ങളുണ്ട്. മുട്ടയുമായി എത്തുന്ന ലോറികൾ ചെക്ക് പോസ്റ്റിൽ പരിശോധിക്കാറുമില്ല. കോഴികളുടെ അണ്ഡവാഹിനി കുഴലിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളോ പേശി വലിവുകളോ മൂലം മുട്ടയ്ക്ക് നീണ്ട രൂപം ഉണ്ടാകുന്നതാണ് ബുള്ളറ്റ് മുട്ടകൾ. കോഴികളെ ബാധിക്കുന്ന ശ്വാസകോശ രോഗം, എഗ് ഡ്രോപ്പ് സിൻഡ്രോം തുടങ്ങിയ വൈറസ് രോഗങ്ങൾ പടരുമ്പോഴാണ് ഫാമുകളിലെ കോഴികൾ ഇത്തരം വൈകൃതമായ മുട്ടകളിടുന്നത്. ഗുണനിലവാരം ഇല്ലാത്തതിനാൽ ഫാമുകളിൽ ഇവ 1 രൂപയ്ക്കോ 1.5 രൂപയ്ക്കോ റിജക്റ്റ് ചെയ്തു മാറ്റും. 30 മുട്ടകൾ അടങ്ങുന്ന പാക്കറ്റിന് വില 160 രൂപ മാത്രമാണ്. ഇതാണ് ജനങ്ങളെ ഇതിലേക്ക് ആകർഷിക്കുന്നത്. വഴിയോരങ്ങളിൽ വാഹനമിട്ട് വിലക്കുറവിൻ്റെ ബോർഡ് വെച്ചുള്ള മുട്ട വിൽപ്പന ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കർശനമായി നിരോധിക്കണം. മുട്ടകളുടെ ഗുണനിലവാരം പരിശോധിക്കാൻ സംവിധാനം വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ ലബോറട്ടറി പരിശോധനകളിൽ ഇത്തരം മുട്ടകളിൽ മനുഷ്യ ശരീരത്തിന് അതീവ ഹാനികരമായ സാൽമൊണല്ല ബാക്ടീരിയകളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ഉള്ളിൽ ചെന്നാൽ കടുത്ത വയറിളക്കം, വിട്ടുമാറാത്ത ഛർദി, വയറുവേദന, പനി എന്നിവയുണ്ടാകും. കുട്ടികളുടെയും പ്രായമായവരുടെയും ആരോഗ്യത്തെ ദോഷകരമായി തന്നെ ബാധിക്കും. ജീവന് വരെ ഹാനി സംഭവിക്കാം എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. പൊതുജനങ്ങളെല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിൻ്റെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ പരമാവധി ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.